അഡ്വക്കേറ്റ് ജെയ്സ് അഖിൽ, ഇതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ഇടത് പ്രതിനിധി പറയുകയാണ്. ഇതിൽ തുടക്കത്തിൽ തന്നെ ഒരു പ്രശ്നം, അതായത് ചെറിയൊരു പ്രശ്നമായിട്ടാണ് ഇത് തുടങ്ങുന്നത്. പക്ഷേ ഇത് വൻ കൊള്ളയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുകയാണ്. എന്താണ് നിങ്ങൾ ഈ വിഷയത്തിൽ കാണുന്നത്? എത്ര ശക്തമായ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ അതീവ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു പ്രശ്നമാണ് ഈ ശബരിമല ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് വസന്തേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഒരു കടുത്ത വിയോജിപ്പുണ്ട്. കാരണം ഇപ്പോഴും അവരിതിനെ ഒന്നും പ്രശ്നമല്ല, ഈ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, ഇത് ഒരു പ്രശ്നവും അവിടെ നടന്നിട്ടില്ല, ശബരിമല സ്വർണ്ണക്കൊള്ള അവിടെ നടന്നിട്ടില്ല. ഇന്ന് ഏറ്റവും ഒടുവിൽ ജനൻ ടി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ പറയുന്ന നെയ്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ടെൻഡർ നടപടികളും ഇതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയും PS പ്രശാന്തിനെ പ്രതി ചേർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, ഇതെല്ലാം കെട്ടിച്ചമച്ച കഥകളാണ് എന്ന തരത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വാഗ്വാദങ്ങൾ നമ്മളിന്ന് കാണുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നീലിമ, നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരൊക്കെയാണ് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന ആളുകൾ, ഏത് കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ്, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഇത്രയേറെ ഹൃദയബന്ധമുള്ള നേതാക്കന്മാർ, ഒരു മുൻ MLA മാർ, ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു, പത്മകുമാർ, ഏറ്റവും കൂടുതൽ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്ന് ജയിലിലുള്ളത്. ഇടതുപക്ഷ യൂണിയൻ്റെ ഭാഗമായിരുന്ന മുരാരി ബാബു ഉൾപ്പെടെ, അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു, അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയാണെന്ന് പറയപ്പെടുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള താല്പര്യങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ ഒത്തിരി ചർച്ച നടത്തിയതാണ്. ഇപ്പോൾ അതൊക്കെ വിടുക, അതെല്ലാം കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ നെയ്യുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പരിശോധിച്ച് നോക്കൂ. മിൽമ, നമ്മൾ കേരളം കണി കണ്ടുണരുന്ന നന്മ തന്നെയാണ്, മിൽമയെ നമ്മൾ വിശ്വസിക്കുന്നു, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ മിൽമയെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് തരുന്നു എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. പക്ഷേ എങ്ങനെയാണ് ശബരിമലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്? എങ്ങനെയാണ് ക്വാളിറ്റിയുള്ള മിൽമയുടെ നെയ്യ് ശബരിമല ടെൻഡർ വിളിച്ച് അല്ലെങ്കിൽ ടെൻഡറിൽ ഉൾപ്പെടാതെ തന്നെ മിൽമയ്ക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി? അത് ഈ പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞ പോലെ ചിലപ്പോൾ അഴിമതി ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുന്ന വാചകം ഞാൻ കോട്ട് ചെയ്ത് പറയുന്നു. പക്ഷേ അത്രയും ക്വാളിറ്റിയുള്ള നെയ്യായിട്ടുള്ള മിൽമയുടെ നെയ്യ് ശബരിമല സന്നിധാനത്ത് എത്തിയുമ്പോൾ ഇത്രയേറെ ബൾക്ക് ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി ഈ നെയ്യ് എങ്ങനെയാണ് ക്വാളിറ്റി ഇല്ലാത്ത ഉപയോഗശൂന്യമായ നെയ്യായി മാറുന്നത്? എങ്ങനെയാണ് മിൽമയുടെ ഒറിജിനൽ നെയ്യ് ആ പാക്കറ്റിൽ നിന്നും മാറി മറ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വ്യാജ പാക്കറ്റോടു കൂടി ശബരിമലയിൽ എത്തുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? അപ്പോൾ അവിടെ നടന്ന തിരിമറി എന്താണ് എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്, ഒരു സ്റ്റേറ്റിനുണ്ട്. ഈ പറയുന്നത് പോലെ കോടിക്കണക്കിന് രൂപയുടെ ഭക്തജനങ്ങളുടെ പൈസ, സാമ്പത്തികം, ഫണ്ട് അത് കൊടുത്തിട്ട് വാങ്ങുന്ന നെയ്യ് എങ്ങനെ അവിടെ എത്തിയപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടായി, മിൽമയുടെ പ്രോഡക്റ്റിൽ വ്യത്യാസമുണ്ടായി? ഇത് എന്തിനാണ് ഈ സീസണിലെ നെയ്യ് എങ്ങനെയാണ് അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി ഓർഡർ ചെയ്യാൻ ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡിന് കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ശബരിമല വിശ്വാസി കൂടിയാണ്. ഞാൻ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സന്നിധാനത്ത് പോയിട്ടുള്ള ഒരു ഭക്തൻ കൂടിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എത്രയോ കാലമായി ശബരിമല, എൻ്റെ കേൾക്കുന്ന പ്രേക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ശബരിമല സന്നിധാനത്ത് പോയി നമ്മൾ അരവണ പ്രസാദം വാങ്ങും, ഈ പറയുന്ന പോലെ നമ്മൾ അപ്പപ്രസാദം വാങ്ങാറുണ്ട്. ഈ പറയുന്ന ഉണ്ണിയപ്പം, ആ ഉണ്ണിയപ്പം വാങ്ങിക്കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ആ വാങ്ങുന്ന ഉണ്ണിയപ്പം ഒന്ന് കടിച്ചാൽ പൊട്ടാൻ പറ്റാത്ത രീതിയിൽ അത്രയേറെ ചിലപ്പോൾ ഒരു പഴക്കത്തിൻ്റെ ചെറിയ പ്രശ്നമാണ് എന്ന് തന്നെ തോന്നിക്കുന്ന രീതിയിൽ അത് ഉണ്ടാക്കുന്ന, അതിൽ ചേർക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയുടെ പ്രശ്നമാണ് എന്ന് എത്രയോ ആളുകൾ മുൻകാലങ്ങളിൽ മാധ്യമങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ, വിമർശന രൂപേണ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ രീതിയിൽ ഒരു നെയ്യൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പറയുന്ന പോലെ അപ്പം, അരവണ എന്ന് പറയുന്നത് ഒരു വാലിഡിറ്റി പീരീഡ് ഉണ്ട്, ഇത്ര ദിവസം വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അടുത്ത സീസണിലേക്ക് വേണ്ടി, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള അടുത്ത സീസണിലേക്ക് വേണ്ടി ഒരു വർഷം മുമ്പ് തന്നെ നെയ്യ് ഓർഡർ ചെയ്ത ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും അതിൻ്റെ അംഗങ്ങളും ഈ പറയുന്ന ശബരിമലയോട് കാണിച്ചിട്ടുള്ള ആത്മാർത്ഥത നമുക്ക് കണ്ടു വണങ്ങാതിരിക്കാൻ കഴിയില്ല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതാണ് അഖിൽ ഇവരുടെയൊക്കെ ഒരു ദീർഘദർശിത്വം എന്ന് പറയുന്നത്, വലിയ വീക്ഷണമാണ്.